الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال ربكم ادعوني أستجب لكم إن الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. ആദ്യമായി എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ റമളാനിലെ രണ്ടാമത്തെ പത്തിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ രണ്ടാമത്തെ പത്തിലാണ് നാം ഉള്ളത്. നമുക്കറിയാം, വിശുദ്ധ റമദാൻ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രത്യേകതകൾ റമദാനുണ്ട്. റമദാന്റെ പ്രത്യേകത, കാര്യമായ റമദാന്റെ പ്രത്യേകത അതിൻ്റെ ആത്മീയമായിട്ടുള്ള സവിശേഷത തന്നെയാണ്. ഖുർആൻ ഇറങ്ങിയ മാസം എന്ന നിലയ്ക്ക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായി ഏറ്റവും ഔന്നിത്യമുള്ള, ആ അർത്ഥത്തിൽ ഖുർആൻ ഇറങ്ങിയ മാസം എന്ന അർത്ഥത്തിൽ ആത്മീയമായി ഏറ്റവും ഔന്നിത്യവുമുള്ള മാസമാണ് റമദാൻ എന്ന് പറയുന്നത്. റമദാൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന മാസമാണ്. ഷഹ്റുൻ ഫീഹി യുസ്തജാബു ദുആ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന മാസമാണ് റമദാൻ എന്ന് പറയുന്നത്. ലിസ്വാഇമി ദഅവത്തുൻ ലാ തുറദ്, നോമ്പുകാരന് ഒരിക്കലും അല്ലാഹു തആല തട്ടിമാറ്റാത്ത പ്രാർത്ഥനയാണുള്ളത്. നോമ്പുകാരന്റെ പ്രാർത്ഥന അല്ലാഹു തആല തട്ടിമാറ്റില്ല എന്നാണ് പറയുന്നത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന മാസം എന്നതാണ് റമളാന്റെ സവിശേഷതകളിൽ ഒന്ന്. റമളാന്റെ രണ്ടാമത്തെ പത്ത് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ബദർ യുദ്ധം ആ ഇസ്ലാമിക ചരിത്രത്തിലെ സത്യാസത്യ പോരാട്ടത്തിന്റെ, അതിൽ സത്യത്തിന്റെ വിജയത്തിന്റെ ആഘോഷം പറയുന്ന, അതല്ലെങ്കിൽ അതിലുള്ള സന്തോഷം പറയുന്ന പത്ത് കൂടിയാണ് റമളാനിലെ രണ്ടാമത്തെ പത്ത് എന്ന് പറയുന്നത്. ബദർ യുദ്ധത്തെ അനുസ്മരിക്കുന്ന പത്ത്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന മാസം എന്ന രീതിയിലും, അതുപോലെ തന്നെ ബദർ അനുസ്മരിക്കുന്നതിനും വേണ്ടിയാണ് ഇന്നത്തെ ഖുത്ബ പ്രയോജനപ്പെടുത്തുന്ന. അല്ലാഹു തആല പറയാനും കേൾക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രാർത്ഥനയെ സംബന്ധിച്ച് ധാരാളം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹിനോട് നിങ്ങൾ ചോദിച്ചാൽ അള്ളാഹു തട്ടിമാറ്റുകയില്ല. അള്ളാഹു നിങ്ങളുടെ നാഡീ നരമ്പുകളെക്കാൾ നിങ്ങളോട് അടുത്തവനാണ്. അതുകൊണ്ട് അള്ളാഹു നിങ്ങളുടെ ഒരു പ്രാർത്ഥനയും തട്ടിമാറ്റുകയില്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരിടയാളിൻ്റെയും ഒരു മധ്യവർത്തിയുടെയും ആവശ്യമില്ല എന്നെല്ലാം തന്നെ ധാരാളം വചനങ്ങളിലൂടെ ഖുർആൻ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ട് പറയാം. അതിൽപ്പെട്ട ഒരു വചനമാണ് തുടക്കത്തിൽ ഞാൻ ഓതിവെച്ച വചനം. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഉനി, നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കണം, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും.
എന്നെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹു പറയാണ്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിശ്ചയം എനിക്കുള്ള ഇബാദത്തിനെ സംബന്ധിച്ച് അഹങ്കരിച്ച് നടക്കുന്ന ആളുകളുണ്ടല്ലോ, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ വിമുഖത കാണിച്ച്, എന്നോട് പ്രാർത്ഥിക്കുന്നതിൽ വിമുഖത കാണിച്ച് ധിക്കാരത്തോടെ അഹങ്കാരത്തോടെ കൂടി നടക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ നിന്ദ്യന്മാരായി നരകത്തിൽ പ്രവേശിക്കുന്നതാണെന്ന് അല്ലാഹു തആല സൂറത്തുൽ ഗാഫിറിലൂടെ നമ്മെ അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, വലിയ പ്രതിസന്ധിയിലൂടെയാണ് നാം വ്യക്തികളും അതുപോലെ തന്നെ കുടുംബങ്ങളിലുമുണ്ട് പ്രതിസന്ധി. അതുപോലെ അതിനേക്കാളൊക്കെ വലിയ പ്രതിസന്ധി രാജ്യവും സമുദായവും ലോകവും ഒക്കെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹുവിനോട് ചോദിക്കാതിരിക്കുക എന്ന് പറയുന്നത് അഹങ്കാരമാണ്. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി എന്നാണ് അള്ളാഹുവിന്റെ പ്രയോഗം. എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ആരെങ്കിലും അഹങ്കരിച്ചാൽ, അവിടെ ഇബാദ എന്ന് പറയുന്നത് ദുആ ആണ്. അദ്ദുആഉ ഹുവൽ ഇബാദ, അദ്ദുആഉ മുഖുൽ ഇബാദ എന്നെല്ലാം നമുക്ക് പ്രവാചക വചനങ്ങളിൽ കാണാവുന്നതാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് അത് ആരാധനയാണ്, അത് ആരാധനയുടെ മജ്ജയാണ് എന്നെല്ലാം കാണാവുന്നതാണ്. അള്ളാഹിനോട് ചോദിക്കാതിരിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാതിരിക്കുക എന്നതിനെ അഹങ്കാരമായിട്ടാണ് അല്ലാഹു തആല വിശദീകരിക്കുന്നത്. അള്ളാഹു പറഞ്ഞതായിട്ട് ഒരു ഖുദ്സിയായ ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹു പറഞ്ഞു, യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും, എൻ്റെ അടിമകളെ, നിങ്ങളിൽ ആദ്യത്തവരും അവസാനത്തവരും, നിങ്ങളിൽ മനുഷ്യരും നിങ്ങളിൽ ജിന്നുകളും, ഖാമൂ ഫീ സ്വഈദിൻ വാഹിദിൻ, എല്ലാവരും ഒരു മൈതാനിയിൽ ഒരുമിച്ച് കൂടി. അതിൽ ആദ്യത്തെ ആളുകളുണ്ട്, അവസാനത്തെ ആളുകളുണ്ട്, മനുഷ്യരുണ്ട്, ജിന്നുകളുണ്ട്. എല്ലാവരും ഒരു മൈതാനിയിൽ ഒരുമിച്ച് കൂടി. ഫസഅലൂനി, അവരെല്ലാവരും എന്നോട് ചോദിച്ചു. അവരെല്ലാവരും ചോദിച്ചാലും ഫഅതൈതു കുല്ല ഇൻസാനിൻ മസ്അലതഹു, ഓരോരുത്തരുടെയും ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകുന്നതാണ്, ഓരോരുത്തരുടെയും ആവശ്യം ഞാൻ പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ്. അല്ലാഹു തആല പറയാൻ, ഈ ലോകത്ത് ആദ്യമുണ്ടായ ആള് മുതൽ അവസാനം വരുന്ന ആള് വരെയുള്ളവർ, അതിൽ മനുഷ്യരുണ്ട്, ജിന്നുകളുണ്ട്, എല്ലാവരും ഒരു മൈതാനിയിൽ ഒരുമിച്ച് കൂടി എന്നോട് ചോദിച്ചാലും എല്ലാവരുടെയും ആവശ്യം ഞാൻ പൂർത്തീകരിച്ചു കൊടുക്കും. എന്നു മാത്രമല്ല, മാ നഖസ ദാലിക മിമ്മാ ഇൻദി, എൻ്റെ ഔദാര്യത്തിൽ അതൊരു കുറവും വരുത്തുകയില്ല. അള്ളാഹുവിൻ്റെ ഖജനാവിൽ അങ്ങനെ കൊടുത്താൽ, എല്ലാവർക്കും കൊടുത്താലും അള്ളാഹുവിന്റെ ഖജനാവിൽ ഒരു കുറവും സംഭവിക്കുകയില്ല. ഇല്ലാ കമാ യൻഖുസുൽ മുഖീതു ഇദാ ഉദ്ഖിലൽ ബഹർ, സമുദ്രത്തിൽ ഒരു സൂചി മുക്കിയാൽ, സമുദ്രത്തിൽ വെള്ളം നിൽക്കാൻ വല്ല കുറവുണ്ടാവോ? ഒരു സൂചിയാണ് മുക്കിയിട്ടുള്ളത്, അത് വെള്ളത്തിന്റെ നിലനിൽപ്പിന് വല്ല കുറവും ഉണ്ടാക്കുമോ? അതുപോലെയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും കൊടുത്താലും അതെന്റെ ഔദാര്യത്തിൽ ഒരു കുറവും വരുത്തുകയില്ല എന്ന് അല്ലാഹു തആല വിശദീകരിക്കുകയാണ്. അള്ളാഹു പറഞ്ഞതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. സഹോദരങ്ങളെ, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അള്ളാഹുവിന്റെ അടുക്കലുള്ള ഔദാര്യം കൊടുത്തു തീരുന്നതല്ല ലോകത്തുള്ള മുഴുവൻ ആളുകളും, ആദ്യത്തെ ആൾ മുതൽ അവസാനത്തെ ആൾ വരെയുള്ളവർ എല്ലാവരും സംഗമിച്ച് ഒരു മൈതാനിയിൽ വെച്ച് പടച്ചവനോട് ചോദിച്ചു. എല്ലാവർക്കും പടച്ചവൻ കൊടുക്കുകയും ചെയ്താലും അള്ളാഹുവിന്റെ ഔദാര്യം, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അത് കൊടുത്തു തീരുന്നതല്ലെന്നർത്ഥം. സഹോദരങ്ങളെ, സഹോദരിമാരെ, പക്ഷേ നമ്മുടെ ജീവിതം കഴിവിന്റെ പരമാവധി ദീനിയായി ആത്മീയമായി സംസ്കരിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നമുക്ക് നേടാൻ സാധിക്കുക. അപ്പോഴേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയുള്ളൂ. ദീനിയായിട്ട് നമുക്ക് സംസ്കരിക്കുവാൻ കഴിയണം, തസ്കിയത്ത് നേടാൻ സാധിക്കണം. അതിന് നമ്മൾ പരിശ്രമിക്കണം. ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന് പറയുന്നത് വലിയൊരു സൂഫി വര്യന്റെ പേരാണ്. വലിയൊരു സൂഫിയും പണ്ഡിതനുമെല്ലാമായിരുന്നു. ഒരു കാലത്ത് വലിയ കൊട്ടാര ജീവിതം നയിച്ച് പിന്നീട് ആ കൊട്ടാര ജീവിതമൊന്നും വേണ്ടെന്ന് വിചാരിച്ച് വിരക്തിയുടെ, വിനയത്തിന്റെ, ലാളിത്യത്തിന്റെ ജീവിതത്തിൽ പ്രവേശിച്ച വലിയൊരു മഹാനായിരുന്നു ഇബ്രാഹിം ഇബ്നു അദ്ഹം. അബൂ ഇസ്ഹാഖ് എന്നതാണ് അദ്ദേഹത്തിന്റെ ഓമനപ്പേര്. അദ്ദേഹത്തെ ഒരിക്കൽ ജനങ്ങൾ അങ്ങാടിയിൽ വെച്ച് കണ്ടുമുട്ടി അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, യാ അബാ ഇസ്ഹാഖ്, അബൂ ഇസ്ഹാഖേ,
ഇന്നല്ലാഹ തആല യഖൂൽ ഉദ്ഉനി യസ്തജിബ് ലക്കും. അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, എന്നോട് ചോദിക്കും ഞാൻ ഉത്തരം നൽകുമെന്ന്. അല്ലാഹു ഇങ്ങനെ ഖുർആനിൽ പുട്ടിൽ തേങ്ങ ഇടും പോലെ ഇങ്ങനെ ഇടക്കിടക്ക് പറയുന്നുണ്ടല്ലോ പടച്ചവൻ. വനഹ്നു നദുഉല്ലാഹ ഫലാ യസ്തജീബു ലനാ. ഞങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ ഞങ്ങളുടെ പ്രാർത്ഥന അല്ലാഹു കേൾക്കാത്തത്? എന്താണ് അല്ലാഹു ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാത്തത്? ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി മറുപടി പറയാണ്, നിങ്ങളുടെ ഹൃദയങ്ങൾ 10 കാര്യങ്ങൾ കൊണ്ട് മരവിച്ചു പോയിരിക്കുന്നു. 10 കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ മരവിച്ചു പോയിരിക്കുന്നു. ആ 10 കാര്യങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. ഒന്നാമത്തെ കാര്യം പറഞ്ഞു, അറഫ്തുമുല്ലാഹ വലം തുഅദ്ദു ഹഖ്ഖഹ്. നിങ്ങൾ അള്ളാഹുവിനെ അറിഞ്ഞു, പക്ഷേ അള്ളാഹിനോടുള്ള ബാധ്യത നിറവേറ്റുന്നില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. അള്ളാഹിനെ അറിഞ്ഞു, പക്ഷേ അള്ളാഹുവിനോടുള്ള ബാധ്യത നിറവേറ്റുന്നില്ല. രണ്ടാമത്തെ കാര്യം, വഖറഅ്തുമുൽ ഖുർആന വലം തഅമലൂ ബിഹി. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നു, പക്ഷേ ഖുർആൻ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നില്ല, അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല. മൂന്നാമത് പറഞ്ഞു, വസഅംതും ഹുബ്ബ നബിയ്യിക്കും വതറക്തും സുനന. നിങ്ങളുടെ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ വാദിക്കുന്നു, പക്ഷേ പ്രവാചക ചര്യ നിങ്ങൾ ഉപേക്ഷിക്കുകയാണ്. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത് പറഞ്ഞു, വഖുൽതും ഇന്ന ശൈത്വാന ലക്കും അദുവ്വൻ വവാഫഖ്തുമൂഹു. പിശാച് നിങ്ങളുടെ ശത്രുവാണെന്ന് നിങ്ങൾ വാദിക്കുന്നു, പക്ഷേ പിശാചിനോട് നിങ്ങൾ യോജിക്കുന്നു. അഞ്ചാമത് പറഞ്ഞു, വഖുൽതും ഇന്നകും മുസ്താഖൂന ഇലൽ ജന്നത്തി വലം തഅമലൂ ലഹാ. നിങ്ങൾക്ക് സ്വർഗത്തിന് വലിയ ആഗ്രഹമാണെന്ന് നിങ്ങൾ പറയുന്നു, പക്ഷേ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല. ആറാമത് പറഞ്ഞു, വഖുൽതും ഇന്നകും തഖാഫൂന അന്നാറ വലം തഹ്റബൂ മിൻഹാ. നിശ്ചയം നിങ്ങൾ നരകത്തെ ഭയപ്പെടുന്നു എന്ന് നിങ്ങൾ പറയുന്നു, പക്ഷേ നരകത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നില്ല. ഏഴാമത് പറഞ്ഞു, വഖുൽതും ഇന്നൽ മൗത ഹഖ്ഖുൻ വലം തസ്തഇദ്ദൂ ലഹു. നിങ്ങൾ മരണം സത്യമാണെന്ന് പറയുന്നു, നിശ്ചയം മരണം സത്യമാണെന്ന് നിങ്ങൾ പറയുന്നു, പക്ഷേ മരണത്തിന് വേണ്ടി നിങ്ങൾ സജ്ജരാവുന്നില്ല. എട്ടാമത് പറഞ്ഞു, വസ്തഖൽതും ബിഉയൂബിന്നാസി വതറക്തും ഉയൂബക്കും. ജനങ്ങളുടെ കുറവുകൾ എപ്പോഴും നിങ്ങൾ തേടിപ്പോകുന്നു, പക്ഷേ നിങ്ങളുടെ കുറവുകൾ പരിഹരിക്കാനുള്ള പരിശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ടാവുന്നില്ല. ഒമ്പതാമത് പറഞ്ഞു, അകൽതും നിഅമല്ലാഹി വലം തുഅദ്ദു ശുക്റഹാ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഭുജിക്കുന്നു, പക്ഷേ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുന്നില്ല. പത്താമത് പറഞ്ഞു, വദഫൻതും മൗതാകും വലം തഅതബിറൂ ബിഹിം. നിങ്ങളിൽ മരണപ്പെട്ടവരെ നിങ്ങൾ മറമാടുന്നു, ആ മറമാടലിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ല. നാളെ നിങ്ങളും ഇതുപോലെ മറമാടപ്പെടേണ്ടുന്നയാളാണ് എന്ന പാഠം നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല. ഈ 10 കാര്യങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് എന്ന് സാധിക്കുന്നോ, അതിനുള്ള പരിശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ന് ആരംഭിക്കുന്നോ, അന്ന് അല്ലാഹു നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് പറയാണ്. സഹോദരങ്ങളെ, ഒന്നുകൂടി ആളുകളുടെ ഓർമ്മയിലേക്ക് ആവർത്തിച്ചുകൊണ്ട് പറയാണ് 10 കാര്യങ്ങൾ. നിങ്ങൾ അല്ലാഹുവിനെ അറിഞ്ഞിരിക്കുന്നു, പക്ഷേ അല്ലാഹുവിനോടുള്ള ബാധ്യത നിറവേറ്റുന്നില്ല. 2, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നു, പക്ഷേ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. 3, നിങ്ങൾ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് വാദിക്കുന്നു, പക്ഷേ ആ പ്രവാചക ചര്യകൾ നിങ്ങൾ ഉപേക്ഷിക്കുന്നു. 4, നിശ്ചയം പിശാച് നിങ്ങളുടെ ശത്രുവാണ് നിങ്ങൾ പറയുന്നു, ആ പിശാചിനോട് നിങ്ങൾ യോജിക്കുന്നു. 5, നിശ്ചയം നിങ്ങൾ സ്വർഗം ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു, ആ സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല. 6, നിശ്ചയം നിങ്ങൾ നരകത്തെ ഭയപ്പെടുന്നു എന്ന് പറയുന്നു, ആ നരകത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള പരിശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല. 7, നിശ്ചയം മരണം സത്യമാണെന്ന് പറയുന്നു, പക്ഷേ ആ മരണത്തിന് വേണ്ടി നിങ്ങൾ സജ്ജരാവുന്നില്ല. 8, ജനങ്ങളുടെ കുറവുകളെ സംബന്ധിച്ച് നിങ്ങൾ എപ്പോഴും ചർച്ച ചെയ്യുന്നു, പക്ഷേ നിങ്ങളുടെ കുറവുകൾ പരിഹരിക്കാനുള്ള പരിശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നില്ല. 9, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ തിന്നുന്നു, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുന്നില്ല. 10, നിങ്ങളിൽ മരണപ്പെട്ടവരെ നിങ്ങൾ മറമാടുന്നു, പക്ഷേ ആ മറമാടലിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ല. ഈ 10 കാര്യങ്ങൾ പെട്ടെന്നൊരു സമയം പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. പക്ഷേ ഈ 10 കാര്യങ്ങൾ പരിഹരിക്കാനുള്ള പരിശ്രമം ഒരു വിശ്വാസിയുടെ ഭാഗത്തുനിന്നുണ്ടാവുമ്പോൾ അള്ളാഹു വിശ്വാസിയുടെ പ്രാർത്ഥന ഇങ്ങനെ സ്വീകരിച്ചു തുടങ്ങുമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ നിലപാട് ശരിയാക്കി അള്ളാഹുവിലേക്ക് തിരിയുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. നമ്മൾ ചെയ്ത സുഹൃതങ്ങൾ മുൻനിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നമ്മൾ ചെയ്ത അഅ്മാല് സ്വാലിഹാത്തിനെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. നമുക്കറിയാലോ ചരിത്രം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത ചരിത്രം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന ഹദീസാണ്. മുൻഗാമികളിൽപ്പെട്ട 3 ആളുകൾ ഒരു ഗുഹയിൽ അകപ്പെട്ടു എന്നുള്ളതാണ്. അവരെങ്ങനെ ഗുഹയിൽ വിശ്രമിക്കുമ്പോൾ വലിയൊരു പാറക്കല്ലിങ്ങനെ ഉരുണ്ടുരുണ്ട് വന്ന് ഗുഹാമുഖം അടഞ്ഞുപോയി.
അവർക്ക് പുറത്തേക്ക് വരാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായി എന്നുള്ളതാണ്. ആകസ്മികമായിട്ട് പാറ ഉരുണ്ടു വന്നപ്പോ അവർക്ക് ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധ്യമാവാതെ പോയപ്പോ അവരിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ഇന്നഹു ലാ യുൻജീകും മിൻ ഹാദിഹി സഖറ ഇല്ലാ അൻ തദഉല്ലാഹ ബിസ്വാലിഹി അഅമാലികും. നിങ്ങളുടെ സുഹൃതങ്ങളെ മുൻനിർത്തി അള്ളാഹിനോട് ചോദിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പാറക്കെട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ. ഒരു വഴിയും കാണുന്നില്ല, ഒരുപാട് തള്ളി നോക്കി, പക്ഷെ നീങ്ങുന്നില്ല. ഇനി രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, നമ്മുടെ സുഹൃതങ്ങൾ മുൻനിർത്തിക്കൊണ്ട്. നമുക്കും പടച്ചവനും നമ്മളോട് വേണ്ടപ്പെട്ട ആളുകൾക്കും മാത്രം അറിയുന്ന സുഹൃതങ്ങൾ ഉണ്ടാവും. ആ സുഹൃതങ്ങളെ മുൻനിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അങ്ങനെ അവർ ഓരോരുത്തരുമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒന്നാമത്തെ ആൾ പ്രാർത്ഥിച്ചു, പടച്ചവനെ, എനിക്ക് വയോവൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു റബ്ബേ. അവരാഹാരം കഴിക്കുന്നതിൻ്റെ മുമ്പ് വീട്ടിൽ ഞങ്ങൾ ആരും ആഹാരം കഴിക്കില്ല, ഞാനോ എൻ്റെ സന്താനങ്ങളോ ഞങ്ങൾ ആരും ആഹാരം കഴിക്കില്ല. പക്ഷേ ഒരു ദിവസം കാലികൾക്ക് അന്നം തേടിക്കൊണ്ട് പുല്ല് തേടിക്കൊണ്ട് ഞാൻ പുറപ്പെട്ടു. കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും മാതാപിതാക്കൾ ഉറങ്ങിപ്പോയിരുന്നു. അവരെ വിളിച്ചുണർത്തുന്നത് മര്യാദക്കേടാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ വിളിച്ചുണർത്താൻ നിന്നില്ല. അവർ ഉണരുന്നതും കാത്തിരുന്നു ഞാൻ. എൻ്റെ മക്കളും ആഹാരം കഴിച്ചില്ല, എൻ്റെ ഭാര്യയും ആഹാരം കഴിച്ചില്ല. പാലൊക്കെ കറന്നെടുത്തിട്ടുണ്ട്, പക്ഷേ പാല് കുടിക്കണമെങ്കിൽ, ആഹാരം കഴിക്കണമെങ്കിൽ മാതാപിതാക്കൾ കഴിച്ചിട്ട് കഴിക്കുക എന്നുള്ള രീതിയാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത്. അന്നത്തെ ദിവസമായിട്ട് ഞങ്ങളുടെ ആ കീഴ്വണക്കം ഞങ്ങൾ ലംഘിച്ചില്ല. അല്ലാഹുവേ, മാതാപിതാക്കളോടുള്ള ആദരവ് കൊണ്ട് മാത്രം, അവരോടുള്ള കടപ്പാട് നീ പൂർത്തീകരിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അവരോടുള്ള കടപ്പാടാണ് നിന്നോടുള്ള കടപ്പാട് കഴിഞ്ഞാൽ ഏറ്റവും വലുതെന്ന് നീ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ഹാദാ ബിത്തിഗാഅ വജ്ഹിക ഫഫ്റുജ് അന്നാ മാ നഹ്നു ഫീ. അല്ലാഹുവേ, അങ്ങനെ മാതാപിതാക്കൾ പ്രഭാതത്തോട് അടുത്ത സമയത്ത് എഴുന്നേറ്റപ്പോഴാണ് അല്ലാഹുവേ ഞങ്ങൾ അവർക്ക് ആഹാരം കൊടുത്തതിന് ശേഷം ഞങ്ങൾ ആഹാരം കഴിച്ചത്, വീട്ടിലെ മറ്റംഗങ്ങൾ ആഹാരം കഴിച്ചത്. തുടർന്ന് പറയാണ്, അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ഹാദാ ബിത്തിഗാഅ വജ്ഹിക. അല്ലാഹുവേ, ഞാനിത് ചെയ്തത് നിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചാണെങ്കിൽ, എൻ്റെ ഹൃദയത്തിലുള്ളത് അറിയുന്നവൻ നീയാണ് റബ്ബേ. അല്ലാഹുവേ, ഞാനിത് ചെയ്തത് നിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുള്ളതാണെങ്കിൽ ഫഫ്റുജ് അന്നാ മാ നഹ്നു ഫീ. അല്ലാഹുവേ, പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തേണമേ. പ്രാർത്ഥിച്ചപ്പോൾ പാറക്കല്ല് അല്പം നീങ്ങി എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, പാറക്കല്ല് ആ പ്രാർത്ഥനയുണ്ടായപ്പോൾ അല്പം നീങ്ങി. അപ്പോഴും അവർക്ക് രക്ഷപ്പെടാനായിട്ടില്ല. രണ്ടാമത്തെയാൾ പ്രാർത്ഥിച്ചു. അയാളുടെ ഓർമ്മയിൽ നിന്നിങ്ങനെ അയാളെ തേട്ടിയെടുത്തുകൊണ്ട് അയാൾ പ്രാർത്ഥിക്കുകയാണ്, പടച്ചതമ്പുരാനെ, എനിക്ക് വല്ലാണ്ട് സ്നേഹമുള്ള ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുമായി പ്രാപിക്കുവാൻ, ശാരീരിക ബന്ധം പുലർത്തുവാൻ പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കവർ വഴങ്ങിയിട്ടില്ല. പലപ്പോഴും എൻ്റെ ആവശ്യം അവരുടെ മുമ്പിൽ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ ആവശ്യത്തിന് അവർ വഴങ്ങിയില്ല. അവസാനം അവര് പണത്തിന് അത്യാവശ്യമുള്ളയാളായിട്ട് മാറി. അത്യാവശ്യക്കാരിയായി എൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ ഞാൻ അവർക്ക് ദിർഹമുകൾ, ദീനാറുകൾ എടുത്തു കൊടുത്തു. ഞാൻ അവർക്ക് പണം കൊടുത്തപ്പോ ഒരു ഉപാധി ഉണ്ടായിരുന്നു, എനിക്ക് വഴങ്ങണമെന്നായിരുന്നു എൻ്റെ ഉപാധി. ഏതായാലും അവർ പണം സ്വീകരിച്ചു. ഞാൻ അവർക്ക് പണം കൊടുത്തതാണല്ലോ, അതുകൊണ്ട് എനിക്ക് വഴങ്ങാൻ അവർ നിർബന്ധിതയാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് വന്നപ്പോ, അതിനനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്നപ്പോ ആ പെൺകുട്ടി പറഞ്ഞു, ഇത്തഖില്ലാ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, താങ്കൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, എന്നിൽ നിന്ന് പിന്മാറണം അല്ലാഹ് എന്നുള്ള വാക്ക് കേട്ടപ്പോ പടച്ചതമ്പുരാനെ എന്നിൽ രോമാഞ്ചമുണ്ടായി. അല്ലാഹുവെ, പിന്നീട് എൻ്റെ വൈകാരികതയെ അടിച്ചമർത്തുവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അല്ലാ എന്ന് കേട്ടപ്പോൾ ഞാൻ പിന്മാറി. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ഹാദാ ബിത്തിഗാഅ വജ്ഹിക ഫഫ്റുജ് അന്നാ മിമ്മാ നഹ്നു ഫീ. അല്ലാഹുവേ, ഞാനിത് ചെയ്ത് നിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചാണെങ്കിൽ അല്ലാഹുവേ, പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ. പാറക്കല്ല് അല്പം കൂടി നീങ്ങി. ആദ്യം പ്രാർത്ഥിച്ചപ്പോൾ കുറച്ച് നീങ്ങി, പിന്നീട് പ്രാർത്ഥിച്ചപ്പോൾ കൂടുതൽ നീങ്ങി. അപ്പോഴും അവർക്ക് 3 പേർക്കും സുരക്ഷിതമായി രക്ഷപ്പെടാൻ പറ്റുന്ന അവസ്ഥയല്ല. മൂന്നാമത്തെ ആൾ വീണ്ടും പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. അയാളുടെ ഓർമ്മയിൽ നിന്നെടുത്ത് പ്രാർത്ഥിക്കുകയാണ്, പടച്ചതമ്പുരാനെ, ഞാൻ കുറേ ആളുകളെ ജോലിക്ക് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പണിയെടുപ്പിച്ചിരുന്നു.
കുറെ സേവകരെ കൊണ്ട് ഞാൻ പണിയെടുപ്പിച്ചിരുന്നു. അവരെല്ലാം പണിയെടുത്തതിന് ശേഷം അവരുടെ കൂലിയെല്ലാം വൈകുന്നേരമായപ്പോൾ ഞാൻ കൊടുത്തു. എല്ലാവരും തിരിച്ചുപോയി. ഒരാൾ മാത്രം കൂലി വാങ്ങാതെ പോയി. ഒരു മനുഷ്യൻ മാത്രം കൂലി വാങ്ങിയില്ല. അയാളെന്തോ അത് മറന്നുപോയതോ അവഗണിച്ചതോ എന്തോ ആവാം. ഏതായാലും അയാളുടെ കൂലി ഞാനിങ്ങനെ വളർത്തി. അത് വളർന്ന് വലുതായി. അയാളുടെ പണം കൊണ്ട് അത് നിക്ഷേപിച്ചുകൊണ്ട് വലിയ സമ്പത്തുണ്ടായി, വലിയ കാലി സമ്പത്തുണ്ടായി. ആടുമാട് ഒട്ടകങ്ങളുടെ വലിയ സമ്പത്തായിട്ട് പിന്നീട് അത് വളർന്നു എന്നുള്ളതാണ്. ആദ്യം ചെറിയൊരു സംഖ്യയാണ്. ആ ചെറിയ സംഖ്യ കൊണ്ട് ഒരുപക്ഷെ ആദ്യം ഒരു ആട് വാങ്ങിയിരിക്കും. പിന്നീട് അതിങ്ങനെ വളർന്ന് ആടുമാട് ഒട്ടകങ്ങളുടെ വലിയ കൂട്ടമായി മാറി എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഞാൻ പ്രതീക്ഷിക്കാതെ അയാളുടെ കൂലി വന്ന് ചോദിച്ചു. പക്ഷേ അയാളുടെ കൂലിയായിട്ട് എൻ്റെ മുമ്പിൽ ഈ ആടുമാട് ഒട്ടകങ്ങളെല്ലാമാണുള്ളത്. അതെൻ്റേതല്ല, അതിൻ്റെ മൂലധനം അദ്ദേഹത്തിൻ്റെതായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ആടുമാട് ഒട്ടകങ്ങളെല്ലാം നിന്റേതാണ്, ഈ കാലിക്കൂട്ടങ്ങളെല്ലാം നിന്റേതാണ്. അയാൾ ചോദിച്ചു, നീ എന്നെ പരിഹസിക്കുകയാണോ? ഇത്രയൊന്നും എൻ്റെ കൂലിയില്ലല്ലോ. ഞാൻ പരിഹസിക്കുകയല്ലേ, ഇത് മുഴുവനും നിന്റേതാണ്. ഞാനത് മുഴുവനും അയാൾക്ക് കൊടുത്തു എന്നുള്ളതാണ്. ഞാനത് മുഴുവനും അയാൾക്ക് കൊടുത്തു. അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ഹാദാ ബിത്തിഖാ വജ്ഹിക ഫഫ്റുജ് അന്നാ മിമ്മാ നഹ്നു ഫീ. അല്ലാഹുവേ, ഞങ്ങളിതൊക്കെ ചെയ്ത്, ഞാനിത് ചെയ്ത് നിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചാണെങ്കിൽ അല്ലാഹുവേ, ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തേണമേ എന്നതായിരുന്നു മൂന്നാമത്തെ ആളുടെയും പ്രാർത്ഥന. അതോടുകൂടി പാറക്കല്ല് മുഴുവൻ നീങ്ങി എന്നുള്ളതാണ്. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചരിത്രം നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് പറയാം. പാറക്കല്ല് മുഴുവനായും നീങ്ങിക്കൊണ്ട് ആ 3 പേരും ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ടു. അവർ ചെയ്ത സുഹൃതങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പടച്ച തമ്പുരാനും ഏറി വന്നാൽ അവരോട് ഏറ്റവും അടുത്ത ആളുകളും മാത്രം അറിയുന്ന സുഹൃതങ്ങൾ, ആ സുഹൃതങ്ങളെ മുൻനിർത്തിക്കൊണ്ട് റബ്ബിനോട് അവരെ പ്രാർത്ഥിച്ചപ്പോൾ പടച്ച തമ്പുരാൻ പ്രതിസന്ധിയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സുഹൃതങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കുക എന്ന രീതിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചരിത്രത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മോട് പറയുന്നത്. സഹോദരങ്ങളെ, പ്രാർത്ഥനയുടെ വിജയമാണ് വിശ്വാസികളുടെ വിജയം എന്ന് പറയുന്നത്. വിശുദ്ധ റമദാനിലെ 2ാമത്തെ 10 നാം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ബദർ പോരാട്ടത്തെ അനുസ്മരിക്കുന്ന 10 കൂടിയാണ്. ബദറിൽ വിശ്വാസികൾ നേടിയെടുത്ത വിജയം എന്ന് പറയുന്നത് കേവലം ഭൗതികമായ വിജയമായിരുന്നില്ല. അത് ആത്മീയതയുടെ വിജയമായിരുന്നു. അത് പ്രാർത്ഥനയുടെ വിജയമായിരുന്നു. കേവലം 313 ആളുകൾ ആയിരങ്ങളെ, ആയുധശക്തിയുള്ള ആയിരങ്ങളെ പരാജയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയുടെയും ആത്മീയതയുടെയും ശക്തിയായിരുന്നു. സഹോദരങ്ങളെ, ബദറിന്റെ തലേ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈമലർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രവാചകന്റെ കൈകൾ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർന്നുയർന്ന് പോകുമ്പോൾ പ്രവാചകന്റെ തട്ടം നിലത്ത് വീഴുന്നത് കണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിഭ്രാന്തിയോടുകൂടി വന്ന് ആ തട്ടമെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ വെച്ചു കൊടുത്തുകൊണ്ട് പറയുന്നു, ഹസ്ബുക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, മതി മതി. അല്ലാഹു നിങ്ങളുടെ വിളി കേൾക്കും, അല്ലാഹു നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ഹാദാ ജിബ്രീലു അഖദ ബിയനാനി ഫർസി. ഇദാ ജിബ്രീൽ തന്റെ കുതിരയുടെ കടിഞ്ഞാണം പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ജിബ്രീൽ വന്നിരിക്കുന്നു. ആരാ പറയുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, അബ്ശിർ യാ അബൂബക്കർ, അബൂബക്കറെ സന്തോഷിക്കുക. ഹസ്ബുക യാ റസൂലല്ലാഹ്, റസൂലേ ഇനി മതി, പ്രാർത്ഥിച്ച് മതി എന്ന് പറയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കുക. അബ്ശിർ യാ അബൂബക്കർ, അബൂബക്കറെ സന്തോഷിക്കുക. ഹാദാ ജിബ്രീലു അഖദ ബിയനാനി ഫർസി. ഇദാ ജിബ്രീൽ കുതിരയുടെ കടിഞ്ഞാണം പിടിച്ചു വന്നിരിക്കുന്നു. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുന്ന സന്ദർഭം, സഹായമർത്ഥിക്കുന്ന സന്ദർഭം നിങ്ങൾക്ക് അല്ലാഹു തആല ഉത്തരം നൽകി. അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. ആയിരക്കണക്കിന് മാലാകമാരെ തുടരെ അയച്ചുകൊണ്ട് അല്ലാഹു സഹായിക്കുമെന്ന് അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം നൽകി. അങ്ങനെ ആയിരക്കണക്കിന് മലക്കുകൾ ഇറങ്ങി പോരാടിയ രണാങ്കളമാണ് ബദർ എന്ന് പറയുന്നത്. അപ്പോഴും നാം പറയും സഹോദരങ്ങളെ, ബദർ ഒരിക്കലും തന്നെ ഒരു ആക്രമണമായിരുന്നില്ല. ബദർ ഒരിക്കലും തന്നെ ഒരു ഹുജൂമായിരുന്നില്ല.
എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ അനാവശ്യമായി ഒരു ജനതയ്ക്ക് നേരെ നടത്തിയ കയ്യേറ്റമായിരുന്നില്ല ബദർ എന്ന് പറയുന്നത്. മറിച്ച് വിശ്വാസികളായി ജീവിക്കാൻ വേണ്ടിയുള്ള അവകാശത്തിന് വേണ്ടി നടത്തിയ ആത്മപ്രതിരോധമായിരുന്നു ബദർ. അവർ സ്വയം പ്രതിരോധിക്കുകയായിരുന്നു. അവരുടെ മുമ്പിൽ വേറെ വഴിയില്ലായിരുന്നു. ഒരു യുദ്ധം മാത്രമേ പരിഹാരമായിട്ടുള്ളൂ എന്ന് വന്ന ഒരു ഘട്ടത്തിൽ അവർ യുദ്ധം ചെയ്യാൻ നിർബന്ധിതരാവുകയായിരുന്നു. ധാരാളം കാലം അവരോട് പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ കൈകളെ ഒതുക്കി വെക്കുക, കുഫു ഐദീകുമെന്ന, നിങ്ങളുടെ കൈകളെ നിങ്ങൾ ഒതുക്കി വെക്കുക, നിങ്ങൾ ക്ഷമിക്കുക എന്നാണ് പറഞ്ഞത്. യാസിർ കുടുംബമേ, ക്ഷമിക്കുക, നിശ്ചയം നിങ്ങളുടെ വാഗ്ദത്ത ഭൂമി സ്വർഗമാണ്. മുതൽ ഹലറമൗത്ത് വരെ രാത്രിയുടെ അന്തിയാമങ്ങളിൽ ഒരു മനുഷ്യന് തന്റെ ചെന്നായ മാത്രം ഭയപ്പെട്ടുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു അറേബ്യയാണ് ഞാൻ സ്വപ്നം കാണുന്നത്, ഞാൻ ദീർഘദർശനം ചെയ്യുന്നത്. നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങളുടെ മുൻഗാമികൾ ഇതിനേക്കാൾ വലിയ പരീക്ഷണങ്ങൾ അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. വലിയ വലിയ കുഴികളിൽ അവരെ ഇറക്കി നിർത്തിക്കൊണ്ട് ഈർച്ചവാള് കൊണ്ട് അവരുടെ ശരീരത്തെ രണ്ടായി പിളർക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അവർ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല. അതാണ് നിങ്ങളുടെ മുൻഗാമികളുടെ ക്ഷമയുടെ മാതൃക എന്ന് പറയുന്നത്. അങ്ങനെ ക്ഷമിക്കാൻ പറയുകയായിരുന്നു മക്കയിൽ. ആ ജനത ക്ഷമിച്ചു തന്നെ മക്കയിൽ ജീവിച്ചു. പക്ഷേ വിശ്വാസികളായി ജീവിക്കാൻ അവർ അനുവദിച്ചില്ല. അതുകൊണ്ട് മദീനയിലേക്ക് പ്രയാണം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. മദീനയിലായപ്പോഴും മദീനയിലെ കപടവിശ്വാസികളെയും ജൂതന്മാരെയും ദുരുപയോഗം ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസികൾക്കെതിരെ മക്കയിലെ ഖുറൈശികൾ ഗൂഢാലോചന നടത്തി. ബഹുദൈവ വിശ്വാസികൾ ഗൂഢാലോചന നടത്തി. ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിലാണ് പ്രതിരോധത്തിനുള്ള അനുവാദം നൽകുന്നത് വിശുദ്ധ ഖുർആനിലൂടെ. അല്ലാഹു തആല ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. പോരാടിക്കൊണ്ടിരിക്കുന്ന മർദ്ദിതരായ ആളുകളുണ്ടല്ലോ, മർദ്ദിതരായ ആളുകൾ, അവർക്ക് യുദ്ധം ചെയ്യാൻ അനുമതി ലഭിച്ചിരിക്കുന്നു. അവർ മർദ്ദിതരാണെന്ന കാരണത്താൽ മർദ്ദിതരായ ആളുകൾക്ക് അവർ അക്രമത്തിന് വിധേയരായിരിക്കുന്നു എന്ന കാരണത്താൽ പോരാടാൻ, യുദ്ധം ചെയ്യാൻ അനുമതി ലഭിച്ചിരിക്കുന്നു. നിശ്ചയം അല്ലാഹു തആല അവരെ സഹായിക്കുവാൻ കഴിവുള്ളവനാണ്. അതും വ്യവസ്ഥാപിതമായൊരു രാഷ്ട്രവും സമൂഹവുമായി ഇസ്ലാമിക സമൂഹം മദീനയിൽ വളർന്ന് പന്തലിച്ച ശേഷമാണ് പ്രതിരോധത്തിന് വേണ്ടിയുള്ള, ഈ അർത്ഥത്തിലുള്ള യുദ്ധം എന്ന രീതിയിലുള്ള ഒരു പ്രതിരോധത്തിന് വേണ്ടിയുള്ള അനുമതി ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നത്. അതുവരെയും ക്ഷമിച്ചുകൊണ്ട് കൈകൾ ഒതുക്കി വെച്ചുകൊണ്ട് ജീവിക്കാനാണ് വിശ്വാസി സമൂഹത്തോട് അള്ളാഹു പറഞ്ഞത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. അതും ഈ വിശ്വാസം വേറൊരു ജനതയുടെ മേൽ അടിച്ചേൽപ്പിക്കാനല്ല. ഇസ്ലാമിക വിശ്വാസം വേറൊരു ജനതയുടെ മേൽ അടിച്ചേൽപ്പിക്കാനായിരുന്നില്ല ബദർ എന്ന് പറയുന്നത്. ആ പ്രതിരോധിക്കാനുള്ള അനുമതിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഖുർആൻ പറയുന്നുണ്ട്, ആ അനുമതി എന്തിനു വേണ്ടിയാണ്? അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഇൻ ഇല്ലാ അൻ യഖൂലൂ റബ്ബുനല്ലാഹ്. അന്യായമായി തങ്ങളുടെ നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ട ആളുകൾക്ക് അവർക്കുള്ള അവകാശമാണ് പ്രതിരോധിക്കാനുള്ള അവകാശമെന്ന് പറയുന്നത്. ഈ പ്രതിരോധത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണെന്ന് കൂടി പറയാണ്. വലൗലാ ദഫ്ഉല്ലാഹി നാസ ബഅദഹും ബിബഅദിൻ ലഹുദ്ദിമത് സ്വവാമിഉ വബിയഉം വസലവാത്തും വമസാജിദു യുദ്കറു ഫീഹി ഇസ്മല്ലാഹി കസീറാ വലയൻസുറന്നല്ലാഹ മയ്യൻസുറു ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. ഈ പ്രതിരോധമില്ലായിരുന്നുവെങ്കിൽ, ഇങ്ങനെ ആളുകൾ ചിലരെ കൊണ്ട് പ്രതിരോധിക്കുന്ന അവസ്ഥ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നുവെങ്കിൽ, ലഹുദ്ദിമത് സ്വവാമിഉ, സന്യാസി മഠങ്ങൾ തകർക്കപ്പെട്ടേന, വബിയഉൻ, ക്രിസ്തീയ ദേവാലയങ്ങളും, വസ്വലവാത്തുൻ, ജൂതമഠങ്ങളും. നോക്കൂ നിങ്ങൾ, ഈ പ്രതിരോധം ഒരു വിശ്വാസത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി മാത്രമല്ല. ഈ പ്രതിരോധം എന്ന് പറയുന്നത് ബഹുസ്വരതയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഇത് ഞാൻ പറഞ്ഞതല്ലേ, ഖുർആൻ പറഞ്ഞതാണ്. ഈ പ്രതിരോധം ഇല്ലായിരുന്നുവെങ്കിൽ സന്യാസി മഠങ്ങളും ക്രിസ്തീയ ദേവാലയങ്ങളും ജൂതമഠങ്ങളും തകർക്കപ്പെടുമായിരുന്നു. അല്ലാഹുവിന്റെ നാമം ധാരാളമായി സ്മരിക്കപ്പെടുന്ന പള്ളികളും തകർക്കപ്പെട്ടേന. ക്രിസ്തീയ ദേവാലയങ്ങൾ, സന്യാസി മഠങ്ങൾ, ജൂത ദേവാലയങ്ങൾ തകർക്കപ്പെട്ടേന ഈ പ്രതിരോധമില്ലായിരുന്നുവെങ്കിൽ. ആദ്യം പറയുന്നത് ആ 3 കാര്യങ്ങളാണ്. 4-മത് പറഞ്ഞതാണ് അള്ളാന്റെ നാമം ധാരാളമായി സ്മരിക്കപ്പെടുന്ന പള്ളികളും തകർക്കപ്പെട്ടേന.
ഇതാണ് ബഹുസ്വരത എന്ന് പറയുന്നത്. ഒരു നാട്ടിൽ ഈ വിശ്വാസങ്ങൾക്കെല്ലാം നിലനിൽക്കാനുള്ള അവകാശം വേണം. ജൂതമത വിശ്വാസവും ക്രൈസ്തവ വിശ്വാസവും അതുപോലെ തന്നെ സന്യാസ സമൂഹങ്ങൾക്കുമെല്ലാം അവരുടേതായ ആരാധനാലയങ്ങളും സ്ഥാപനങ്ങളും ഉണ്ടാവും. ആ ബഹുസ്വരത സംരക്ഷിക്കപ്പെടണം. അതിനുവേണ്ടിയാണ് പ്രതിരോധം എന്ന് പറയുന്നത്. വലയൻസുറന്നല്ലാഹു മയ്യൻസുറു, അല്ലാഹനെ സഹായിക്കുന്നവരെ അല്ലാഹുവും സഹായിക്കും. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, നിശ്ചയം അല്ലാഹു തആല ശക്തനും അജയ്യനുമാണ്. സഹോദരങ്ങളെ, ഈ ബഹുസ്വരതയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇസ്ലാം പോരാട്ടം അനുവദിച്ചത്. തൗഹീദ് അടക്കമുള്ള എല്ലാ വിശ്വാസങ്ങളും സംരക്ഷിക്കപ്പെടണം. എല്ലാ വിശ്വാസികൾക്കും നമ്മുടെ ഭരണഘടന പറയുന്നത് പോലെ അവരുടേതായ വിശ്വാസം ഉൾക്കൊള്ളുവാനും ആചരിക്കുവാനും പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശം വേണം. അതിനുവേണ്ടി തന്നെയായിരുന്നു ഒരു ഘട്ടത്തിൽ പ്രതിരോധം അനുവദിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് ജിഹാദിന്റെ പ്രതിരോധത്തിന്റെ ലക്ഷ്യമായിട്ട് ഖുർആൻ പറഞ്ഞത്. പക്ഷെ ഇന്ന് ജിഹാദിന്റെ ലക്ഷ്യമായി പലതും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽപ്പെട്ടതാണ് ലവ് ജിഹാദ് എന്ന പ്രയോഗം എന്ന് പറയുന്നത്. എത്ര കാലമായി നമ്മുടെ നാട്ടിൽ ഈ വിവാദം തുടങ്ങിയിട്ട്? 10-15 കൊല്ലമായി അതെങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. 400 പെൺകുട്ടികളെ മതം മാറ്റി, 4000 പെൺകുട്ടികളെ മതം മാറ്റി എന്നെല്ലാം ഒരു തെളിവുമില്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഖൂലൂന ബി അൽസിനതിഹിം മാ ലൈസ ഫീ ഖുലൂബിഹിം, മനസ്സിലില്ലാത്ത നാവ് കൊണ്ട് പറയാം. മനസ്സിലുണ്ടാവണമെങ്കിൽ ബോധ്യം ഉണ്ടാവണം. ബോധ്യമില്ലാത്ത കാര്യങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നാവ് കൊണ്ട് ഇങ്ങനെ കുറെ ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവരത് ആത്യന്തികമായിട്ട് അവരെ പിടികൂടാൻ ആർക്കും കഴിയുന്നില്ല. ആരെയോ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നതിനപ്പുറം നാട്ടിൽ അസഹിഷ്ണുത വളർത്തുന്നവർക്കെതിരെ, നാട്ടിൽ വെറുപ്പ് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കൃത്യമായ നിലപാട് സ്വീകരിക്കുവാൻ ഭരണകൂടങ്ങൾക്ക് പോലും സാധ്യമാവാതെ പോകുമ്പോഴാണ് വീണ്ടും അവരെങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. ഇസ്ലാമിൽ അങ്ങനെ ഒന്നില്ല. ഇസ്ലാമിൽ പ്രതിരോധത്തിന്റെ ലക്ഷ്യമായിട്ട് ഒരിക്കലും തന്നെ പ്രീണനമോ സമ്മർദ്ദമോ പറയുന്നില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, വളരെ കൃത്യമാണല്ലോ ഖുർആനിന്റെ വചനം എന്ന് പറയുന്നത്. മതത്തിൽ ബലാത്കാരമില്ല. ഖുർആനിലെ 2-ാം അധ്യായമാണ്. മതത്തിൽ ബലാത്കാരമില്ല, നിർബന്ധിപ്പിക്കലില്ല, പ്രീണനമില്ല, സമ്മർദ്ദമില്ല. ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്, നേർമാർഗവും ദുർമാർഗവും വളരെ വ്യക്തമാണ്. പ്രീണനത്തിന്റെ ആവശ്യം ഒരു ദുർബലമായ മതത്തിനെ അതിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ നമ്മുടെ ആശയത്തിൽ, നമ്മുടെ ഐഡിയോളജിയിൽ അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായ കരുത്തിലുള്ള വിശ്വാസം നമുക്കുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ബോധ്യമാവുന്നതാണ്. അതിനപ്പുറത്ത് ആളുകളെ പ്രീണിപ്പിക്കേണ്ട ആവശ്യമില്ല, ആളുകളെ ബലപ്രയോഗം നടത്തേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല, അത് പാടില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ അർത്ഥം. മതത്തിൽ ബലപ്രയോഗം പാടില്ല, സമ്മർദ്ദവും പ്രീണനവും പാടില്ല. ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്, നേർമാർഗവും ദുർമാർഗവും വളരെ വ്യക്തമാണ്. ഫമൻ യക്ഫുർ ബിത്വാഗൂതി വയുമിൻ ബില്ലാഹി ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ, ആരെങ്കിലും ദൈവേതര ശക്തികളെ നിരാകരിച്ചുകൊണ്ട് അല്ലാഹുവിൽ മുറുകെ പിടിക്കുകയാണെങ്കിൽ, അല്ലാഹുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ ബലിഷ്ഠമായ പാശമാണ് അയാളെ മുറുകെ പിടിച്ചിട്ടുള്ളത്. അങ്ങനൊരു ആവശ്യം വരുന്നില്ല, അത് പാടില്ല. ചരിത്രത്തിൽ തിരുത്തിക്കൊടുത്തതാണ്. ഒരു ഘട്ടത്തിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് മദീനയിലെ ആളുകൾക്ക് ഇങ്ങനൊരു നേർച്ചയുണ്ടായിരുന്നു. കാരണം സന്താനങ്ങളില്ലാത്ത ഉമ്മമാർ അവർ നേർച്ച നേരും, അമ്മമാർ നേർച്ച നേരും. എന്താണ് അവരുടെ നേർച്ച? ഞങ്ങൾക്ക് സന്താനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ മക്കളെ ജൂതമത വിശ്വാസികളായി വളർത്തുമെന്നുള്ളതാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നതിന് ശേഷം അവരിൽ കുറെ പേർ ഇസ്ലാം സ്വീകരിച്ചു. ആ മാതാക്കളിൽ കുറെ പേർ ഇസ്ലാം സ്വീകരിച്ചപ്പോ അവരുടെ മക്കളുടേതല്ലാത്ത കാരണത്താൽ ജൂതമത വിശ്വാസത്തിന്റെയും മറ്റ് വിശ്വാസങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ജീവിക്കുമ്പോൾ അവർക്കൊരു പ്രയാസം. അതുകൊണ്ട് മക്കളല്ലേ എന്ന് കരുതി മക്കളെ ചെറിയ രീതിയിലൊക്കെ പ്രേരിപ്പിക്കാൻ തുടങ്ങി ഈ വിശ്വാസത്തിലേക്ക് വരാൻ. ആ ഘട്ടത്തിലാണ് ഖുർആൻ പറഞ്ഞത്, മക്കളെ മക്കൾ വിശ്വാസികളല്ലാത്ത ഘട്ടത്തിൽ അവരെ സമ്മർദ്ദത്തിലാക്കിയേക്കുമോ എന്ന ഒരാശങ്ക വന്നപ്പോ അവിടെയാണ് ഖുർആന്റെ പ്രയോഗം ഉണ്ടായത്. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരം പാടില്ല, സമ്മർദ്ദവും പ്രീണനവും പാടില്ല. അത് പാടില്ലെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞ സ്ഥിതിക്ക് വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് അതുണ്ടാവുകയില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കേണ്ട ഒരു ജിഹാദുണ്ട്. അത് ഈ തെറ്റായ പ്രചരണങ്ങൾക്കെതിരെ, ഈ കള്ള പ്രചരണങ്ങൾക്കെതിരെ, നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രചരണങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണമാണ്. അതിനുവേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം. അതിനുവേണ്ടിയാണ് സാമൂഹ്യ മാധ്യമങ്ങളെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടത് സഹോദരങ്ങളെ.
സമൂഹം അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും രണ്ടും സംഭവങ്ങളല്ല, ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ കാര്യങ്ങളല്ല. നമുക്കറിയാം, UP-യിലെ 70 മുസ്ലിം പള്ളികൾ ഹോളി ആഘോഷത്തിന് മുന്നോടിയായിട്ട് ടാർപോളിൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. 70 പള്ളികൾ കവർ ചെയ്തിരിക്കുകയാണ് ഒരാഘോഷത്തിന്റെ മുന്നോടിയായിട്ട്. സഹോദരങ്ങളെ, ഹോളി പ്രമാണിച്ച് ഇന്നത്തെ ദിവസം റമദാനിലെ വെള്ളിയാഴ്ച ജുമുഅക്ക് പോകരുത് എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് അവിടുത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. വല്ലാത്തൊരവസ്ഥയാണ് ഇതെല്ലാം രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം പൈശാചികതകൾക്കെതിരെ ജാതി മത വ്യത്യാസങ്ങളില്ലാതെ, കക്ഷി രാഷ്ട്രീയ ഭേദങ്ങളില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ശബ്ദിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ബാധ്യത. അതാണ് ബദറിൽ നിന്നുള്ള ആ പോരാട്ടത്തിൽ നിന്നുള്ള, ചരിത്രത്തിൽ നിന്നുള്ള നമ്മുടെ പ്രചോദനമായിട്ട് ഈ കാലഘട്ടത്തിൽ മാറേണ്ടത്. സമാധാനപരവും ജനാധിപത്യപരവുമായ പ്രതിഷേധങ്ങൾ തന്നെയാണ് ഉണ്ടാവേണ്ടത്. പക്ഷേ മൗനത്തിന്റെ പൈശാചികതയിൽ കഴിഞ്ഞുകൂടാൻ പാടില്ല. മൗനത്തിൽ മുന്നോട്ട് പോയാൽ എത്ര കാലം ഈ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. മൗനത്തിലും ഭയത്തിലും മുന്നോട്ട് പോവാതെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ജനാധിപത്യപരവും സമാധാനപരവുമായ ഭൂമികയിൽ തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ്. പക്ഷേ ആ പോരാട്ടം തിന്മയെ അതേ നാണയത്തിൽ തിരിച്ചടിച്ചുകൊണ്ടല്ല, തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്നതാവണം നമ്മുടെ ജിഹാദ്. ആ പ്രതിരോധത്തിന്റെ ഒരു രൂപമായിരുന്നു ഇന്നലെ തിരുവനന്തപുരം നഗരത്തിൽ നമ്മൾ കണ്ടത്. നമ്മുടെ മസ്ജിദുകളിൽ ഈ ആറ്റുകാൽ പൊങ്കാല അത് കടന്നു പോകുന്ന, അതല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെടുന്ന ആ ചുറ്റുവട്ടത്തുള്ള പള്ളികളെല്ലാം തന്നെ ആ പൊങ്കാലയ്ക്ക് വരുന്ന സഹോദരിമാർക്ക് വിശ്രമിക്കാൻ വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ പള്ളിയടക്കമുള്ള എല്ലാ പള്ളികളും തുറന്നു വെച്ചിരുന്നു എന്നുള്ളതാണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? രണ്ടും രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങളാണ്, ഒരു സംശയവുമില്ല. ഒന്ന് തൗഹീദിൽ അധിഷ്ഠിതമായ ഇസ്ലാമിക ദർശനവും നമ്മുടെ സഹോദരങ്ങൾ അവരുടേതായിട്ടുള്ള വിശ്വാസവും. ആ രണ്ട് വിശ്വാസങ്ങളും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമാണ്. പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് അതിഥികളായിട്ട് കുറേ സഹോദരിമാർ ഒരുമിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ആതിഥേയരെന്നുള്ള ബാധ്യത നമുക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് മനുഷ്യത്വപരമായിട്ടുള്ള നമ്മുടെ ബാധ്യതയാണ്. അത് മനുഷ്യത്വത്തോടുള്ള, ബഹുസ്വരതയോടുള്ള നമ്മുടെ ആദരവും നമ്മുടെ അംഗീകാരവുമാണ് വിളിച്ചു പറയുന്നത്. സഹോദരങ്ങളെ, മസ്ജിദുകളും ചർച്ചുകളുമെല്ലാം പൊങ്കാലയിൽ വരുന്ന, ആ പൊങ്കാലയ്ക്ക് വേണ്ടി വന്ന സ്ത്രീകൾക്ക് വിശ്രമിക്കാൻ തുറന്നു വെച്ച ആ മാതൃകാപരമായ പ്രവർത്തനമുണ്ടല്ലോ, അതിനെയാണ് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന് പറയുന്നത്. വിശ്വാസികൾ നിർവഹിക്കേണ്ടുന്ന പോരാട്ടം ബദറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസികൾ എന്നെന്നും ഈ രാജ്യത്വം എന്നല്ല, ഈ നാടിന്റെ മാതൃക ലോകത്തിന് കാണിച്ചു കൊടുക്കണം. അത് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്നുള്ള മാതൃകയാണ്. വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ, നന്മയും തിന്മയും തുല്യമാവുകയില്ല. UP-യിൽ നിന്ന് ചില വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ അക്കണക്കിന് നമ്മുടെ നാട്ടിൽ മറുപടി പറയുകയല്ല, മറിച്ച് അതിനുള്ള പ്രതിരോധം എന്ന് പറയുന്നത് അവിടെ നടക്കുന്ന തിന്മയ്ക്കെതിരെ, അസഹിഷ്ണുതയ്ക്കെതിരെ, വെറുപ്പിന്റെ സംസ്കാരത്തിന് എതിരെ സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടേതുമായിട്ടുള്ള ഒരു സംസ്കാരവും ആവിഷ്കാരവും നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. നന്മയും തിന്മയും തുല്യമാവുകയില്ല. ഇത് തിന്മയെ ഏറ്റവും നല്ല നന്മ കൊണ്ടാണ് നിങ്ങൾ പ്രതിരോധിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ തിന്മയെ ഏറ്റവും നല്ല നന്മ കൊണ്ട് പ്രതിരോധിച്ചാൽ നിങ്ങൾക്കും നിങ്ങളോട് വൈരമുള്ള, ശത്രുതയുള്ള ആളുകൾക്കുമിടയിൽ എന്തെന്നില്ലാത്ത മൈത്രി ബന്ധം രൂപപ്പെടും എന്നുള്ളതാണ്. നാട്ടിലെ ജാതിമത വ്യത്യാസങ്ങൾ, ആളുകൾ ഇങ്ങനെ പരസ്പര സംഘർഷത്തിലും പോരാട്ടത്തിലും കഴിഞ്ഞുകൂടണം എന്നല്ല അള്ളാഹുവിന്റെ ദീൻ പറയുന്നത്. സാഹോദര്യം ഉണ്ടാവണം, പരസ്പര സ്നേഹം ഉണ്ടാവണം, മൈത്രി ബന്ധങ്ങൾ രൂപപ്പെടണം. ഈ മൈത്രി ബന്ധങ്ങൾ രൂപപ്പെടണമെങ്കിൽ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുവാൻ സന്നദ്ധരാവണം നിങ്ങൾ എന്നുള്ളതാണ്. ക്ഷമാലുക്കൾക്കല്ലാതെ, അതിമഹത്തായ ഭാഗ്യം സിദ്ധിച്ച ആളുകൾക്കല്ലാതെ ആ നിലപാട് സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അത്തരം ക്ഷമാലുക്കളിലും ഭാഗ്യവാന്മാരിലും ജഗന്നിയന്താവായ നാഥൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ.
الحمد لله رب العالمين والصلاة والسلام على الرسول الأمين محمد وعلى آله وصحبه أجمعين. أيها الناس أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചിരുന്ന കാര്യം ഒന്നുകൂടി ഉണർത്തുകയാണ്. നമ്മുടെ സക്കാത്ത്, ഫിത്ർ സക്കാത്ത് കളക്ഷൻ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ ഫിത്ർ സക്കാത്ത് ഒരു ഫിത്റായിട്ട് 120 രൂപയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സക്കാത്ത്, ഫിത്ർ സക്കാത്തുകളെല്ലാം ഇവിടെ തരുന്ന ആളുകൾ അതിൻ്റെ സമയം ആയിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് അവരുടെ സക്കാത്ത്, ഫിത്ർ സക്കാത്ത്, അതുപോലെ സദക്കകൾ, സംഭാവനകൾ, അതുപോലെ നമ്മുടെ നോമ്പുകഞ്ഞി, ഇഫ്താറുമായി ബന്ധപ്പെട്ട സംഭാവനകളെല്ലാം തന്നെ ഉത്തരവാദപ്പെട്ട ആളുകളെ ഏൽപ്പിക്കാവുന്നതാണ്. നമ്മുടെ സ്വതക്കകൾ, സംഭാവനകൾ, അതുപോലെ നമ്മുടെ എല്ലാ ആരാധനാ കർമ്മങ്ങളും, സക്കാത്ത്, ഫിത്ർ സക്കാത്ത് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും എന്തെല്ലാം നല്ല നീയത്തുകൾ വെച്ചുകൊണ്ടാണോ നമ്മൾ നിർവഹിക്കുന്നത്, അല്ലാഹു തആല നമ്മുടെ സദുദ്ദേശങ്ങളെല്ലാം സഫലീകരിച്ച് തരുമാറാവട്ടെ. അല്ലാഹു തആല നാം നിർവഹിക്കുന്ന സംഭാവനകളുടെ പ്രതിഫലം നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരിലേക്കും, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മക്കളുണ്ടെങ്കിൽ അവരിലേക്കും എല്ലാവരിലേക്കും അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ പ്രീതിയിലും പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അല്ലാഹു വിശാലമാക്കി തരുമാറാവട്ടെ. ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ അർശിൻ്റെ രാജസിംഹാസനത്തിൻ്റെ നിഴൽ നേടിയെടുക്കുന്നവരിലും ഹൗലുൽ കൗസറിൻ്റെ മഹത്തായ പാനീയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് വാങ്ങിക്കുടിക്കുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉളമായുടെ ഭാഗമാവുന്നവരിലും വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരിലും സുറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം, സുദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം, കുടുംബാംഗങ്ങളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരിലും റബ്ബ് തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യാസന്താനങ്ങളിൽ അല്ലാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ തഖ്വയുള്ളവരാക്കി, ഈമാനുള്ളവരാക്കി മാറ്റണമേ റബ്ബേ. അല്ലാഹുവേ, ഉയർന്ന വിദ്യാഭ്യാസവും ഉന്നതമായ തൊഴിലും നേടുന്നവരാക്കി ഞങ്ങളുടെ ഓരോരുത്തരുടെയും സന്താനങ്ങളെ പടച്ച തമ്പുരാനെ നീ മാറ്റണമേ റബ്ബേ. മാതാപിതാക്കൾ അനുസരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മക്കളാക്കി ഞങ്ങളുടെ എല്ലാവരുടെയും മക്കളെ നീ മാറ്റണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മുതിർന്ന പൗരന്മാർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, അവർക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകി നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ വീടുകളിൽ, ആശുപത്രികളിലെല്ലാം ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളുണ്ടെങ്കിൽ ജീവിതമാണ് അവർക്ക് ഹൈറെങ്കിൽ ജീവിതവും, മരണമാണ് അവർക്ക് ഹൈറെങ്കിൽ മരണവും പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും, ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും, കടങ്ങളിൽ നിന്നും ഞങ്ങളുടെ എല്ലാവരുടെയും പിരടികളെ നീ മോചിപ്പിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഫലസ്തീൻ മക്കളെ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഖുദ്സിന് സമ്പൂർണ്ണമായ മോചനം പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, ഗസയിലെയും റഫയിലെയും അതുപോലെ തന്നെ ലോകത്തെല്ലായിടത്തുമുള്ള മർദ്ദിത സമൂഹങ്ങളെ പടച്ച തമ്പുരാനെ എല്ലാ അർത്ഥത്തിലും നീ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ. അല്ലാഹുവേ, റമളാനും ഖുർആനും നോമ്പുമെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, റമളാന്റെ ഓരോ രാവുകളിലും ഓരോരുത്തരെയായി നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ അല്ലാഹുവേ, നരകമോചനം നേടിയെടുക്കുന്നവരിൽ, സ്വർഗപ്രവേശനം നേടിയെടുക്കുന്നവരിൽ നാഥാ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാ, പടച്ചവരെ, ഞങ്ങൾ നിന്നോട് ചോദിക്കുക,
ചോദിക്കുകയാണ്. റബ്ബേ, നിന്നെ അല്ലാ എന്ന് വിളിക്കാൻ, നിന്നോട് ചോദിക്കാൻ നിനക്ക് കോടാനക്കോടി അടിമകളുണ്ട്. പടച്ചവനെ, ഞങ്ങൾക്ക് ചോദിക്കാൻ ഉടമസ്ഥനായി, റബ്ബായി, നാഥനായി നീ മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ ദുആകൾക്ക് നീ ഇജാബത്ത് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുമ്മ റബ്ബ അന്നബി ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയത്തി സ്വഹാബത്തി വസ്വഹാബിയത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار انها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين امنوا ربنا انك انت رؤوف رحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. وصلى الله على سيدنا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين.